പരമ്പരാഗത കളരി രീതിയിലും പശ്ചാത്തലത്തിലുമായിരുന്നു കല്യാണം. കളരിത്തറ തൊട്ടുവന്ദിച്ച് പടവാൾ സ്വീകരിച്ച് ഇരുവരും കല്യാണ ചടങ്ങുകളിലേക്ക് നീങ്ങി. ഗുരുക്കന്മാർക്കും വിദ്യാർത്ഥികൾക്കും മുന്നിൽ വെച്ച് മാലയിട്ട് കളരിത്തറയിൽ നിന്നും ജീവിതത്തിലേക്ക് കച്ചമുറുക്കി. കളരിത്തറയിൽ നിന്നാണ് പരിശീലകരും അഭ്യാസികളുമായ രാഹുലും ശില്പയും കണ്ടുമുട്ടുന്നത്. അതുകൊണ്ടുതന്നെ ഇരുവരും ഒന്നിക്കുന്ന ജീവിതത്തിന്റെ പുതിയ തുടക്കവും കളരിത്തറയിൽ നിന്നാകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചപ്പോൾ നമ്മളെ കരിയർ തന്നെ ഇവിടെ കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ തന്നെ ഒരു കളരി വെഡ്ഡിങ് അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് ഇവിടെ തന്നെ നടത്തിക്കൂടാ എന്നൊരു പ്ലാനിൽ നമ്മൾ ഗുരുക്കളിനോട് ചോദിച്ചു. ഗുരുക്കൾ അതിനൊരു കുഴപ്പമില്ല, നടത്താലോ എന്ന് പറഞ്ഞ ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വെഡ്ഡിങ് ഇവിടെ നടക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് കളരിത്തറയിൽ ചരിത്രത്തിൽ ആദ്യമായി ഒരു കല്യാണക്കളം ഒരുക്കിയത്. കളരിപ്പയറ്റ് പ്രമേയമാക്കി നടക്കുന്ന ആദ്യ വിവാഹം കൂടിയാണ് ഇവരുടേത്. കളരിത്തറയെ തൊട്ട് വന്ദിച്ചാണ് അകത്തേക്ക് കിടക്കുന്നത്. അപ്പോൾ അതിനൊരു ചിട്ടയുണ്ട്. അപ്പോൾ അത് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ പൂത്തറ വണക്കം, വധൂവരന്മാർ അവിടെ പോയി പൂത്തറ വണക്കം ചെയ്തു. അതിനുശേഷം സാധാരണഗതിയിൽ ഗുരുക്കന്മാരെ വണങ്ങുക എന്നുള്ളതാണ് അതിന് തൊട്ടടുത്ത് നിൽക്കുക. അപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഗുരുക്കന്മാരെയെല്ലാം അവർ വണങ്ങി ആ കളരി ചിട്ടകളോടുകൂടിയാണ് അവർ ആ കല്യാണത്തിലേക്ക് കടന്നത്. പാരമ്പര്യ വിവാഹങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന മലയാളികൾക്ക് കളരിത്തറയിലെ ഈ കല്യാണം ഒരു കൗതുക കാഴ്ചയായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.